നമസ്കാരം. എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത്. അപ്പം ഞാൻ ഈ മാവെന്ന് പറയുന്നത് നമ്മുടെ പാലപ്പത്തിൻ്റെ ബാലൻസ് ഉള്ള മാവാണ്. അപ്പം ഞാനിത് പാലപ്പത്തിന് വേണ്ടിയും വെള്ളപ്പത്തിനും വേണ്ടിയും ഉണ്ടാക്കിയ മാവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു 6 തൊട്ട് 7 മണിക്കൂർ വരെ കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ കുതിർക്കാൻ വേണ്ടി വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞ് നമ്മൾ കഴുകാൻ വേണ്ടി എടുക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് 6 തൊട്ട് 7 മണിക്കൂർ വരെ കുതിർത്ത അരിയാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് അരി അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ 1 ഗ്ലാസ് അരിയുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു തവണ തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ ഈ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ അരി മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ ഇതിനകത്തു നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ച് നമ്മൾ കപ്പി അല്ലെങ്കിൽ പാവ് കാച്ചുന്നുണ്ട്. അപ്പോൾ അതിന് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നുകൂടി അരച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തു നിന്ന് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മാവ് മാറ്റിയെടുക്കുകയാണ്. കണ്ടില്ലേ? അങ്ങനെ 4 ടേബിൾ സ്പൂൺ മാവ് മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറേ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ പാല് വെള്ളമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതായത് പാൽ ഒഴിച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ പാലും വെള്ളം ആകത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവിനകത്തോട്ട് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് വെള്ളമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഇതിനേക്കായി കുറച്ചുകൂടെ വെള്ളം ഞാനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു പാല് വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഈ മാവ് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി നല്ലതുപോലെ കുറുക്കിയെടുക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ മാവ് കുറുക്കിയെടുക്കേണ്ടത്. ആ സമയത്ത്, അതായത് നമ്മൾ മാവ് കുറുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് പതുക്കെ കുറുകി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതാണ്, ഇങ്ങനെ മാവ് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതായത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മാവ് കുറുകി വരും. അതുപോലെ തന്നെ തീയ് ജസ്റ്റ് ഒന്ന് സിമ്മിലേ ഇട്ട് കൊടുക്കാവൂ. ഹൈ ഫ്ലെയിമിലിടരുത്, ചെറിയൊരു ഫ്ലെയിമിലേ ഇട്ട് കൊടുക്കാവൂ. കണ്ടോ? ഇതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത്. ജസ്റ്റ് ഇപ്പം മാവ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പകുതി അരച്ചു വെച്ചിരുന്ന അരിമാവിലേക്ക് അതായത് ഫുള്ളൊരു തേങ്ങ വേണ്ട, ഒരു അരമുറി തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം തേങ്ങ ചെറുതാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ തേങ്ങ എടുക്കുക. എന്നാലും കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിടി തേങ്ങ നമ്മൾ കയ്യിൽ വരുമ്പോൾ 2 പിടി തേങ്ങ അത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന അരിമാവ് കുറുക്കിയതുണ്ടല്ലോ, അത് പാവ് കാച്ചുക, കപ്പി കാച്ചുക എന്നൊക്കെ പറയും. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ അത് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ചേർക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് ഞാനൊരു 1/4 ടീസ്പൂണ് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ ഈസ്റ്റാണെങ്കിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് അലിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കണക്ക്. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി വയ്ക്കാം. ഇതിന് നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അരിമാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ നോക്കാം. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ്. കണ്ടില്ലേ? അരിമാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. കാരണം ചിലപ്പം ഇത് വെള്ളം ഇങ്ങനെ മാറിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പം ഞാൻ തവി വെച്ച് നമ്മുടെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി പഞ്ചസാര ഇട്ടതാണ്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇതിനകത്തേക്ക്. ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഇളക്കി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമ്മുടെ കല്ല് ചൂടാവുന്നിടം വരെ, അത് കല്ല് ചൂടായി വരുന്ന സമയം മാത്രം മതി. അത്ര നേരത്തേക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കല്ല് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രമാണെന്ന് വെച്ചാൽ ആ പാത്രം നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ചില ആളുകൾ വേണമെങ്കിൽ ഇത് സാധാരണ മറിച്ചിടാറില്ല ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ഞാനിത് 2 സൈഡും നന്നായിട്ട് മറിച്ചിടാറുണ്ട്. അങ്ങനെ മറിച്ചിടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുക. അത് നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഞാൻ പക്ഷേ ഇത് തിരിച്ചിടുന്നുണ്ട്. കണ്ട് നന്നായിട്ട് കുമിളകളൊക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ? ഇനി ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുകയാണ്. സാധാരണ തിരിച്ചിടണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ പാത്രം വെച്ച് അടച്ച് വെക്കുമ്പോൾ തന്നെ ആ മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് അടുത്ത മാവ് ഒഴിച്ചെടുത്താൽ. ഞാൻ പക്ഷേ ഇതൊന്ന് തിരിച്ചിടുകണ്ടല്ലേ. ഇപ്പോൾ തിരിച്ചിട്ടപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം കണ്ട ആയി വരുന്നുണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിടുക. നമുക്കെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ? കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള മാവ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേ മാവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കിയത്. പാലപ്പത്തിനും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പാലപ്പത്തിൻ്റെ ബാലൻസ് ഉള്ള മാവ് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ അപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പാലപ്പത്തിന് വേണ്ടി അരച്ച മാവാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഞാൻ അപ്പം കൂടെ ഉണ്ടാക്കി കാണിച്ചതാണിത്. അതായത് വെള്ളയപ്പം കൂടെ ഉണ്ടാക്കി കാണിച്ചതാണ്. അപ്പോൾ 2 ഉണ്ടാക്കാൻ പറ്റുന്ന മാവാണിത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ സെയിം മാവ് വെച്ച് പാലപ്പം ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്നോട് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു, ഈ മാവ് വെച്ച് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക. പാലപ്പം, അതായത് എൻ്റെ പാലപ്പത്തിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് സെയിം മാവ് വെച്ച് പാലപ്പവും വെള്ളയപ്പവും ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്താനും. അങ്ങനത്തെ ആ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ റെസിപ്പിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയിലാണ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്നാൽ അറിയാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.